പോകുന്നതും ചിന്തിക്കുന്നതും എല്ലാം കുടുംബമാണ്. കുടുംബത്തിൻ്റെ രക്ഷ, കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം, അതാണ് കുടുംബമാണ് സഭയുടെ അടിസ്ഥാനം, ലോകത്തിന്റെ അടിസ്ഥാനം. കുടുംബത്തെ തകർത്തു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തെ, സഭയെ തകർക്കുവാനായി. ഞാൻ അടുത്ത കാലത്ത് ഒരു പിതാവ് പറഞ്ഞു ഓർക്കുന്നുണ്ട്, സാത്താൻ എപ്പോഴും ലക്ഷ്യം വെക്കുന്ന കുടുംബത്തെയാണ്. കുടുംബത്തെ തകർത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ദൈവവിളികൾ കുടുംബജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ഉണ്ടാവത്തില്ല, പിന്നെ നല്ല പുരോഹിതരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വിശുദ്ധ ബലികളും ഉണ്ടാവില്ല. അതുകൊണ്ട് സാത്താൻ എപ്പോഴും എയിം ചെയ്യുന്നത് ഈ കുടുംബത്തിൽ തന്നെയാണ്. ഞാൻ ഈ നിമിഷം ഒന്ന് അമ്മയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. അമ്മ ഒരു പ്രത്യേക ഒരു മിനിസ്ട്രി ചെയ്യുന്നുണ്ടല്ലോ, ആശ്വാസ്. ആ പേര് തന്നെ വളരെ വിശേഷപ്പെട്ട ആശ്വാസം എന്നൊരു വാക്കാണ്. ആശ്വാസം എന്നൊരു വളരെ വിശേഷപ്പെട്ട മിനിസ്ട്രി. അമ്മ അത് ഒന്ന് പങ്കുവെക്കാമോ അതിനെപ്പറ്റി? കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് ആശ്വാസ് മിനിസ്ട്രി. പറയുമ്പോൾ തന്നെ തീഷ്ണതയുടെ വാക്കുകളിലെ കാലഘട്ടത്തിൻ്റെ. കാരണം ഇത് ഞാനിപ്പോൾ അമ്മയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അമ്മയെക്കുറിച്ച് ഒരുപാട് പഠിക്കുമ്പോൾ ഞാൻ പറയും, ഈ ആശ്വാസം മിനിസ്ട്രി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയും, അമ്മയുടെ അവസാനത്തെ കുടുംബ ശുശ്രൂഷ ഈ ആശ്വാസ് മിനിസ്ട്രി ആയിരുന്നു. അത് ഞാനൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അച്ഛാ. കാരണം അമ്മയ്ക്ക് കാലിൽ മുറിവ് പറ്റി ആസ്പത്രിയിലായിരുന്നു. അവിടുന്ന് തിരിച്ച് മരണത്തിൻ്റെ അടുത്ത ദിവസം ജൂൺ 7-ാം തീയതി തിരിച്ച് കുഴുക്കാട്ടുശ്ശേരിയിലേക്ക് കൊണ്ടുവരികയാണ് അമ്മനെ. ആ സമയത്ത് ഞങ്ങളുടെ കോൺവെൻറ്റിലെ എവുജീന സഹോദരിയുടെ അനുജത്തിയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും മരണത്തിന് മുഖാഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആ നിമിഷത്തിൽ പോലും അമ്മയുടെ മനസ്സ് വേദനിക്കുന്നവരോട് കൂടിയായിരുന്നു. അപ്പോൾ ഈ കുഴുക്കാട്ടുശ്ശേരിക്കുള്ള യാത്രയിൽ അമ്മ കാളവണ്ടി നിർത്തിയിട്ട് ഈ അനുജത്തിയെയും അവരുടെ വീട്ടുകാരെയും ഒക്കെ കാളവണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് ആശ്വസിപ്പിച്ചു. ഇത് എനിക്കൊരു വലിയൊരു പ്രചോദനമായി. കാരണം വേദനിക്കുന്നവർ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആക്സിഡൻറ്റ് മരണങ്ങൾ ഇഷ്ടം പോലെയാണ്. മരണത്തിൻ്റെ പല ഇതുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവരിലേക്ക് ഒരു ആശ്വാസത്തിൻ്റെ കൈത്തിരിയായിട്ട് എത്തണമെന്നുള്ള അമ്മ ചെയ്ത ആ ശുശ്രൂഷ ഇന്നും ഞങ്ങളുടെ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മരണാസന്നർക്ക് വേണ്ടി ഒത്തിരിയേറെ ശുശ്രൂഷകൾ സഭയിൽ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ മരിച്ചുപോയവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, മരിച്ചുപോയവരുടെ ബന്ധുമിത്രാദികൾ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി. അത് മാത്രമല്ല, നമുക്ക് എപ്പോഴും അമ്മയോട് പറയുന്നില്ല, ആത്മരക്ഷയാണ്. ആരോരുമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം തരുന്ന കൂലി എത്രമാത്രമാണെന്ന് പറയാൻ വകയാന്ന് അമ്മ പറയാറുണ്ട്. അങ്ങനെ ആരോരില്ലാത്തവർ എവിടെയാണോ അവിടേക്ക് ഓടാം. കാരണം മരിച്ച് വേദനിച്ച് കഴിയുന്ന അവരുടെ പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ എനിക്കൊക്കെ സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, മക്കൾ എല്ലാം നഷ്ടപ്പെട്ടവർ. എനിക്ക് അങ്ങനെ ഒത്തിരി പേരറിയാം. 2 മക്കളുണ്ടായിരുന്നവർ ആക്സിഡൻ്റ് ആയിട്ട് 2 പേരും മരിക്കുക. അത് കഴിഞ്ഞ് അവർ മാതാപിതാക്കൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ എല്ലാവരും വന്ന് ആശ്വസിപ്പിക്കും. ബന്ധുജനം ഒരു 7, പിന്നെ ഒരു 30, പിന്നെ ഒരു 41. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവർ ഒറ്റയായി. ഇവിടെയാണ് നമുക്ക് ചെന്ന് ചെയ്യാനുള്ളത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയെ പറ്റിയാണ്. കാരണം ഒരു വളരെ ഫെയ്ത്ത് ക്രൈസിസ് അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു വലിയൊരു പ്രശ്നം നേരിടുന്ന സമയമാണ് മരണം എന്നൊക്കെ പറയുന്നത്. അപ്രതീക്ഷിതമായ മരണങ്ങൾ, പലരും അവരുടെ വിശ്വാസ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് പോകാൻ പോലും കാരണമായത് ചില ഇതുപോലുള്ള മരണങ്ങളൊക്കെ കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റു പല വിശ്വാസങ്ങളിലേക്കും ഡീവിയേറ്റ് ചെയ്ത് പോകാനൊക്കെ, കത്തോലിക്ക സഭയിൽ നിന്ന് പോകാനൊക്കെ കാരണമായത് പോലും നമ്മുടെ ചില പരാജയങ്ങൾ, നമ്മുടെ കൺഫെഷൻ കൂടിയാണ് ഈ ഭാഗം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും ഒക്കെ സാധിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് കുറേ ആത്മാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ടും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഫാമിലീസിന്, കുടുംബങ്ങൾക്ക് തന്നെ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു മിനിസ്ട്രിയാണ് ഈ ആശ്വാസം എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ് ഇവിടെ. ആ ബ്രേക്കിൽ നമ്മളോട് റൈസ് ചേട്ടൻ വേറൊരു കാര്യം പറയും. ഈ വിശ്വാസം ചെറിയ ഡീവിയേഷനാണ്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് റോമിൽ നിന്നുള്ള കാനനൈസേഷൻ ലൈവിന് വേണ്ടിയാണ്. ഈ ലൈവിൻ്റെ സമയത്ത് നമുക്ക് ഇത് പല ലൈവുകൾ നേരിട്ട് കണ്ട ഒരാളാണ് റൈസ് ചേട്ടൻ. ഏറ്റവും അവസാനമായി ചാവറയച്ചൻ്റെ യൂപ്രാസ്യം ഉൾപ്പെടെയുള്ള വിശുദ്ധ നാമകരണ നടപടി, ശരിയല്ലേ? അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും വളരെ വളരെ വലിയൊരു അനുഭവമാണ് അങ്ങനെ ഒരു സ്ഥലത്തായിരിക്കുക എന്ന് പറഞ്ഞത്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അവിടെ എത്താൻ പറ്റാത്തതിൽ ആരും ഒരിക്കലും ഇത് എത്തിയതൊരു വലിയ മേന്മയായിട്ടും കാണേണ്ട കാര്യമില്ല. കാരണം ഞാൻ ജീസസ് യൂത്ത് മുന്നേറ്റത്തിൻ്റെ ഭാഗമായത്, പ്രത്യേകിച്ച് 15 വയസ്സുള്ളപ്പോൾ നിർമ്മല കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ കോളേജിന് പുറത്തുള്ളൊരു സംഗതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലുമല്ല ഞാൻ ജീസസ് യൂത്തിൻ്റെ ഭാഗമായത്. കഴിഞ്ഞ 28 വർഷമായിട്ട് ഞാൻ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്ന് മൂവ്മെൻറ്റ് 10-35 രാജ്യത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം, ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ഉത്തരവാദിത്വമൊക്കെ മറ്റു ഭാഗമായിട്ടാണ് റോമിൽ പോകാനിടയായതും ഇത്തരം പല സാഹചര്യങ്ങളിൽ അവിടെ ആയിരിക്കാനും പറ്റിയത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ചവറ പിതാവിൻ്റെയും എവുപ്രാസ്യാമ്മയുടെയും അതിനു മുമ്പ് അൽഫോൻസാമ്മയുടെയും, പിന്നീട് ഞാൻ 2 സാഹചര്യത്തിൽ റോമിലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരല്ല അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള 2 കാനനൈസേഷൻ ഇതിലും പങ്കെടുക്കാൻ എനിക്കിടയായി. ഞാൻ പറയുന്നത് ഇത് സഭയുടെ ഒരു വലിയ
മനോഹാരിതയാണ് അവിടെ നമ്മൾ കാണുന്നത്. കാരണം എത്രയോ പേരായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഇവർ മാത്രമല്ല സഭയിൽ വിശുദ്ധരായി ജീവിച്ചവർ, ഒത്തിരി ആളുകൾ സഭയിൽ വിശുദ്ധരായി ജീവിച്ചിട്ടുണ്ട്. പക്ഷേ സഭ അവരൊന്നും ഇഗ്നോർ ചെയ്യുമല്ല. പക്ഷേ സഭ ഒരു കൃത്യമായ പ്രോസസ്സിലൂടെ അവരെ കുറച്ച് ആളുകളെ നമുക്ക് വേണ്ടി ഉയർത്തുക, നമുക്ക് യേശുവിലേക്കുള്ള വഴിയിൽ നോക്കിക്കാണാൻ, മാതൃകയായി കാണാൻ, അവരെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ, അവരിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വഴിയെ നടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുക. അവിടെ പ്രത്യേകിച്ച് ഞാനൊരു ചെറിയ കാര്യം മാത്രം പരാമർശിക്കും, നമുക്കത് അടുത്ത ലൈവിൽ മനസ്സിലാവും. വത്തിക്കാനിൽ ഇത് സെൻറ്റ് പീറ്റേഴ്സിൽ ഇത് ഓർഗനൈസ് ചെയ്യുന്ന രീതിയും സോ പീസ്ഫുൾ, പ്രയർഫുൾ. ഇത് ഉത്സവം എന്ന് പറയുമ്പോഴും ആഘോഷം എന്ന് പറയുമ്പോഴും ആത്മീയതയുടെ ലെവലേഷൻ നഷ്ടപ്പെടാതെ അത്ര ഭംഗിയായിട്ട് ഡിസിപ്ലിൻഡായിട്ട് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ദൈവാനുഭവത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വത്തിക്കാൻ്റെ പള്ളി, സെൻറ്റ് പീറ്റേഴ്സിൻ്റെ മുമ്പിലുള്ള ആ ഒരു സ്റ്റേജ് പോലെ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് ഇന്ന് നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവും പിൻ ഡ്രോപ്പ് സൈലൻസിൽ എല്ലാം ഭംഗിയായി നടക്കുന്നത്. അവിടെ വരുന്നവർ എത്ര ആഘോഷത്തിൻ്റെ മൂഡിലാണെങ്കിലും അവർ ആ ദൈവിക ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് അനുഭവിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതെനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. സഭയോടുള്ള സ്നേഹം കൂട്ടിയിട്ടുണ്ട്. അഭിമാനം, അതെ, ഒരു പരിധിവരെ ഇന്ന് ഒരു കണ്ടംപററി വേൾഡിലുള്ള ആളുകളെയാണ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന ഒന്നാണ് ഈ വിശുദ്ധ വഴിയിലേക്കുള്ള നടപ്പ് എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഈസി അല്ല, പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. നമുക്ക് റൈജു ചേട്ടൻ പറഞ്ഞതിനോടൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. വത്തിക്കാനിലെ ഡിസിപ്ലിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇത് വത്തിക്കാനിൽ ഈ പരിപാടി നടക്കുമ്പോൾ വലിയ പ്രാക്ടീസ് ഇതിൻ്റെ പുറകിലുണ്ട്. ഇത്രയും ഡിസിപ്ലിനായിട്ട് നടക്കണമെങ്കിൽ ഇതിൻ്റെ തലേദിവസം, അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രാക്ടീസിന് വരും. മാർപ്പാപ്പയ്ക്ക് മാത്രമേ ഒഴിവുള്ളൂ. മാർപ്പാപ്പ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പ്രാക്ടീസിന് വന്ന് കൃത്യമായിട്ട് ഇത് പഠിച്ച് അതിൽ ഓരോ സ്റ്റെപ്പ് വെക്കേണ്ടതും എവിടെ നിന്ന് തുടങ്ങണം, എവിടേക്ക് പോകണം, അതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് നടത്തുന്നത്. ഒരുപക്ഷെ നമ്മളിവിടെ നമ്മുടെ സിറോ മലബാർ സഭ ഇത് കണ്ടു പഠിക്കേണ്ടതുണ്ട്. ഇത്രയും ഭംഗിയായിട്ടൊരു ചടങ്ങ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു രീതി. നമുക്കിപ്പോൾ റോമിൽ നിന്ന് ഏകദേശം 1:35 ഇന്ത്യൻ സമയം 1:35 നമുക്ക് കാനോനൈസേഷൻ്റെ ലൈവ് ആരംഭിക്കും. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. ഇപ്പോൾ നമ്മോടൊപ്പം റോമിൽ നിന്ന് ചേരുന്നത് ക്രിസ്റ്റഫർ ജോഷി, നമ്മുടെ കുഞ്ഞാണ്. ഈ കുഞ്ഞിന് കിട്ടിയ രോഗസൗഖ്യമാണ് മറിയം ത്രേസ്യയുടെ വിശുദ്ധ നടപടിക്കുള്ള ഏറ്റവും അവസാനത്തെ അത്ഭുതമായി, ഏറ്റവും കീ സ്റ്റോണായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ക്രിസ്റ്റഫർ ജോഷിയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ബന്ധുജനങ്ങളൊക്കെ റോമിൽ നമ്മോടൊപ്പം ചേരുന്നു. നമുക്കൊരു നിമിഷം റോമിലേക്ക് വീണ്ടും പോകാം. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമയെ വിശുദ്ധ മറിയം ത്രേസ്യാമയായി മാർപ്പാപ്പ പ്രഖ്യാപിക്കാൻ കാരണമായത്, ആ നാമകരണ നടപടികൾക്ക് വഴിതെളിച്ചത് ക്രിസ്റ്റഫർ എന്ന കുട്ടിക്ക് കിട്ടിയ മറിയം ത്രേസ്യാമയുടെ മധ്യസ്ഥത ലഭിച്ച വലിയ രോഗസൗഖ്യമാണ്. ശ്വാസ സംബന്ധമായ രോഗത്തിൽ നിന്നും തൃശ്ശൂർ അതിരൂപതയിലെ പെരിഞ്ചേരി ഇടവകയിലെ ക്രിസ്റ്റഫർ എന്ന കുഞ്ഞിന് അത്ഭുത രോഗസൗഖ്യം ലഭിച്ചു. മറിയം ത്രേസ്യാമയുടെ ഈ അത്ഭുത സൗഖ്യമാണ് ഈ നാമകരണ നടപടികൾക്ക് കാരണമായി മാറിയത്. നമ്മുടെ കൂടെ ക്രിസ്റ്റഫർ ഉണ്ട്, ക്രിസ്റ്റഫറിൻ്റെ മാതാപിതാക്കളുണ്ട്. നമുക്ക് അവരെ കേൾക്കാം. ക്രിസ്റ്റഫറാണിത്. ഈ മകന് ഉണ്ടായ വലിയ അത്ഭുതമാണ്, അമ്മയുടെ മാധ്യസ്ഥതയിലുണ്ടായ വലിയ അത്ഭുതമാണ് ഈ വിശുദ്ധയാക്കി പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിന് വഴിത്തിരിവായത്. ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് എത്താൻ ഞങ്ങൾക്ക് പറ്റിയത് വലിയ ദൈവാനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. തൃശ്ശൂർ പെരിഞ്ചേരി എന്ന സ്ഥലത്തു നിന്നുള്ള ചൂണ്ടൽ വീട്ടിലെ ജോഷി ഷിബി ദമ്പതികളുടെ മൂന്നാമത്തെ കുഞ്ഞ് ക്രിസ്റ്റഫർ. അവനാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ റോമിൽ. നമ്മുടെ മലയാളികളുടെ ഇടയിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലുള്ള കാഴ്ചവെപ്പിന് മറ്റു പലരോടൊപ്പം ഈ കുഞ്ഞാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അൾത്താരയിലേക്ക് ഫ്രാൻസിസ് പാപ്പയുടെ അടുത്തേക്ക് പോകുവാനൊക്കെ ആയിട്ട്. നമുക്കത് പിന്നീടൊക്കെ നമ്മുടെ ലൈവിൽ നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വലിയ അത്ഭുതത്തിലാണ് നമ്മൾ സാക്ഷികളാവുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക.
നമ്മൾ നടക്കുമ്പോൾ തന്നെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി അത്ഭുതങ്ങളും നടക്കുവാനുള്ള വലിയൊരു വേദിയായിട്ട് തന്നെ നമുക്ക് ഈ ലൈവ് ടെലികാസ്റ്റ് മാറ്റാം. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം തന്നെ ആയിരിക്കുക. നമുക്ക് ഈ നിമിഷം നമ്മുടെ ഈ കുഞ്ഞിനെ പറ്റി, ക്രിസ്റ്റഫർ ജോഷിയുടെ ആ അനുഭവത്തെ പറ്റി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രൗൺഷളമ്മ ഒന്ന് പറയുന്നതായിരിക്കും ജസ്റ്റ് ആയിട്ട്. തൃശ്ശൂർ പെരിഞ്ചേരി ഇടവകയിൽ ചൂണ്ടൽ ജോഷി ഷിജി ദമ്പതികളുടെ 3ാമത്തെ മകനായിട്ടാണ് ക്രിസ്റ്റഫർ ജനിക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ഹൃദയത്തിനും ശ്വാസകോശത്തിനും തകരാറുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ സാധിക്കാതെ കുഞ്ഞ് മരണത്തോട് മല്ലടിച്ച് ഡോക്ടേഴ്സ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ കുഞ്ഞിന് രക്ഷയില്ല എന്ന് പറഞ്ഞ് അവർ നോക്കി നിൽക്കുകയാണ്. കുഞ്ഞിനെ കിടത്താനുള്ള ഇൻക്യുബേറ്റർ അന്ന് അവിടെ അവൈലബിൾ ആയിരുന്നുമില്ല. അങ്ങനെ കുഞ്ഞിൻ്റെ മരണം നോക്കി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ അമ്മൂമ്മ, ഞങ്ങളുടെ സിസ്റ്റർ പുഷ്പയുടെ ചേച്ചിയാണ്, അമ്മൂമ്മ കൊണ്ടുവന്ന് നേഴ്സിൻ്റെ കയ്യിൽ ഒരു ചെറിയ തിരിശേഷിപ്പ് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുഞ്ഞിൻ്റെ ദേഹത്ത് ഒന്ന് കൊണ്ടുവയ്ക്കുക, ഞങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചോളാം. ആ തിരിശേഷിപ്പ് നേഴ്സ് കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ശ്വാസം എടുക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ശരിയായ രീതിയിൽ ശ്വാസം എടുത്തു. നേഴ്സ് ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, വലിയ വ്യത്യാസം കാണുന്നു. വന്ന് നോക്കിയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് വലിയൊരു അത്ഭുതമാണ്, ഇത് വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല, ഇത് വലിയൊരു അത്ഭുതമാണെന്ന് പറഞ്ഞിട്ട് അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിന് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരുണ്ട്, ഡോക്ടർ VK ശ്രീനിവാസൻ. അമല മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ VK ശ്രീനിവാസൻ. അദ്ദേഹമാണ് ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് ചികിത്സിച്ചതും പിന്നീട് ഡോക്ടറിൻ്റെ കൺഫർമേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രോസസ്സിൽ. നമ്മൾ പിന്നീട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ ഇന്ന് അവിടെ ഓൾറെഡി റോമിലുണ്ട് ഈ നാമകരണ നടപടികളിൽ പങ്കെടുക്കുവാൻ വേണ്ടി. നമുക്ക് ഈ നിമിഷം നമ്മൾ ഈ കുഞ്ഞിനെ പറ്റി പറഞ്ഞിടുന്നതോടൊപ്പം തന്നെ നമുക്ക് അവരുടെ ഫാമിലി അപ്പോസലായിട്ട് ബാക്കി ചർച്ചകളിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അമ്മ ആശ്വാസം പറഞ്ഞു നിർത്തിയല്ലോ, അതുപോലെ തന്നെ മറ്റ് ഏത് മേഖലയാണ് ഇതുപോലെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ ഒന്ന് 1, 2, 3 ക്രമത്തിൽ ഒന്ന് ഓടിച്ച് പറയാമെങ്കിൽ ഉപകാരമായിരിക്കും. കുടുംബ ശുശ്രൂഷയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പ്രധാനമായിട്ട് നമ്മൾ ഇടവകയിൽ ചെന്ന് കുടുംബ ശുശ്രൂഷകൾ നിർവഹിക്കും. അതിന് ഞങ്ങൾ ഹോം മിഷൻ എന്ന് പറയും. ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ 1984 അതിനു മുമ്പ് കുടുംബ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹോം മിഷൻ എന്ന് പേരിട്ട് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. ഞാനൊക്കെ നോവിഷ്യറ്റിലായിരുന്നു, സിസ്റ്ററൊക്കെ നോവിഷ്യറ്റിലായിരുന്നു. അല്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഹോം മിഷൻ നടത്തും. അപ്പം നമ്മൾ ഹോം മിഷൻ്റെ പ്രധാനമായിട്ട് ആ ഇടവകയിൽ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കും. അങ്ങനെ ആ വീട്ടിൽ താമസിച്ച് അവിടെ ഇടവകയിലുള്ള എല്ലാ വീടുകളും നമ്മൾ വിസിറ്റ് ചെയ്യും. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും, പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അത് ആത്മീയമായ പ്രശ്നങ്ങളാകാം, ഭൗതികമായ പ്രശ്നങ്ങളാകാം, അവരുടെ തമ്മിലുള്ള വഴക്കുകളാവാം, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അത് നമ്മൾ പ്രാർത്ഥനയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും അവരോട് ചേർന്ന് നിന്ന് അത് അവരെ ഒരു നല്ലൊരു ആരോഗ്യമുള്ള കുടുംബങ്ങളാക്കി, തമ്പുരാൻ ഇഷ്ടപ്പെട്ട മക്കളാക്കി മാറ്റാനായിട്ട് സാധിക്കും. അത് ഒരു ഹോം മിഷൻ എന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 1 മാസമോ 2 മാസമോ 10 ദിവസമൊക്കെ ആയിട്ട് നടത്താം. പിന്നെ ഞങ്ങൾ അതിനോട് അമ്മ ഒരു 11 മാസത്തോളം താമസിച്ച എറണാകുളത്തുള്ള ഒരു ഫാമിലി അവർ പറഞ്ഞു അമ്മ തന്നെ അവിടെ താമസിച്ചതാണ്. അത് തീർച്ചയായിട്ടും ആത്മീയാനുഭവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇൻസെർഷൻ കമ്മ്യൂണിറ്റി എന്ന് ഞങ്ങൾ പറയും. അതും ഒരു 6 മാസമോ 1 വർഷമോ ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ്. ഇനി മറ്റ് പല ശുശ്രൂഷകളുണ്ട്. ഈ ഹോം മിഷൻ ഇതുപോലെ തന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി ഉള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എയ്ഡ്സ് രോഗികൾക്കുള്ള ശുശ്രൂഷകളുണ്ട്. നമുക്കത് പറയാനായിട്ട് പറ്റില്ല, കാരണം വെച്ചാൽ എയ്ഡ്സ് രോഗികൾ നമ്മളിങ്ങനെ ഒരുമിച്ച് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് അവരുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സ്കൂൾ വഴി, അതായത് വിദ്യാഭ്യാസ മേഖലകൾ അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി പല സ്ഥാപനങ്ങളെ കുറിച്ചിട്ട്. അതിലൊക്കെ ഞങ്ങൾ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത് കൗൺസിലിങ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾ വഴിതെറ്റുന്ന ഒരിതാണ്.
ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അത് മീഡിയ ഉണ്ട്, പിന്നെ അതുപോലെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയതിലൂടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കേരളത്തിലെ സന്യാസ സഭകളിലെ സിസ്റ്റേഴ്സിന്റെ സഭകളിൽ ഏറ്റവും കൂടുതൽ PhD ഹോൾഡേഴ്സ് എസ്പെഷ്യലി ഇൻ സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അമ്മമാർ. ഞാനിപ്പോൾ ഫിലിപ്പീൻസിൽ പഠിക്കണം, എൻ്റെ കൂടെ തന്നെ 4-5 ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിലെ അമ്മമാർ അവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഇതിൽ എന്ന് വെച്ചാൽ ഈ ഫാമിലി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളുകളാണെങ്കിൽ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സ്കൂളുകളിലും കുട്ടികളെ വ്യക്തിപരമായിട്ട് നമ്മൾ കാണുകയും അവർക്ക് വേണ്ടി കൗൺസിലിംഗ് നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അങ്ങനെ വലിയൊരു ശുശ്രൂഷ നടത്താൻ പറ്റും. ഞാനൊരു +2 ടീച്ചർ ആയിരുന്നു, ഇപ്പോൾ റിട്ടയറായി. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ഇന്നും ഒരു നല്ലൊരു ഓർമ്മകളുണ്ട്. കുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഓടി വരുന്ന ഒരു അനുഭവം, ഇത് നന്നായിട്ടൊരു ഇതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് അച്ഛന്മാർക്ക് ആത്മീയ കാര്യങ്ങളാണല്ലോ എപ്പോഴും നോക്കുന്നു പറയുന്നത്. പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെയൊക്കെ ഏറ്റവും വിശേഷപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന അധികവും ഹിന്ദു സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളുള്ളവർ തന്നെ നമ്മുടെ സാമൂഹികമായ കാഴ്ചപ്പാടുകളും അതിൻ്റെ കോൺട്രിബ്യൂഷൻസും കത്തോലിക്ക സഭ കൊടുത്തേക്കുന്നത് ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റാത്ത, മാറ്റിവെക്കാൻ പറ്റാത്ത അത്രയും വലിയ ചാവറയച്ചൻ്റെ കാലം മുതൽ ഇങ്ങേയറ്റം വരെ ഇന്ന് വരെ. അതുകൊണ്ടാണ് ഒരിക്കൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിൽ ന്യൂസ് പേപ്പറും, ആ ദിവസത്തെ പത്രവും പിടിച്ചു വേണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ. അത് തന്നെയാണ് നമ്മുടെ സഹോദരിമാർ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകമായിട്ടൊരു അതിഥി ഇപ്പോൾ എത്തും, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി, വിശേഷപ്പെട്ട അതിഥിയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു ആശംസ പറയാനായിട്ട് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ മറിയം ത്രേസ്യാമ്മ നാമകരണ നടപടി നടക്കാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷന് വേണ്ടി വലിയ ആശംസകളുമായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെത്തുന്നു. फ्रांसिस आने वाले 13 अक्टूबर को मरियम थ्रेसिया को संत घोषित करेंगे। सिस्टर मरियम थ्रेसिया ने 50 साल के अपने छोटे से जीवन काल में ही मानवता की भलाई के लिए जो कार्य किए वो पूरी दुनिया के लिए एक मिसाल है। समाज सेवा और शिक्षा के क्षेत्र से उनका अद्भुत लगाव था। उन्होंने कई स्कूल, हॉस्टल और अनाथालय बनवाए और जीवन पर्यंत इस मिशन में लगी रही। सिस्टर थ्रेसिया ने जो भी कार्य किया उसे निष्ठा और लगन के साथ पूरे समर्पण भाव से पूरा किया। उन्होंने कांग्रीगेशन ऑफ द सिस्टर्स ऑफ द होली फैमिली की स्थापना की, जो आज भी उनके जीवन दर्शन और मिशन को आगे बढ़ा रहा। मैं एक बार फिर से सिस्टर मरियम थ्रेसिया को श्रद्धांजलि अर्पित करता हूं और भारत के लोगों को, खास तौर पर हमारे ईसाई भाई बहनों को इस उपलब्धि के लिए बहुत बहुत बधाई देता हूं। നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട മോദിജി നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട മറിയം ത്രേസ്യയ്ക്ക് വേണ്ടി, ഹോളി ഫാമിലി കോൺഗ്രിഗേഷന് വേണ്ടിയും ഇപ്പോൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചാണ് നമ്മൾ കേട്ടത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജിക്ക് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ പേരിലും നമ്മുടെ സിറോ മലബാർ സഭയുടെ പേരിലും കത്തോലിക്ക സഭയുടെ പേരിലും ഷാലോം TV പേരിലും നന്ദിയും കടപ്പാടും ഈ നിമിഷം അറിയിച്ചുകൊള്ളുന്നു. ഇത് വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ് കേട്ടോ. 3% താഴെ മാത്രമുള്ള ഒരു സമൂഹ ഇത്രയും വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ അക്നോളജ് ചെയ്യുക എന്നുള്ളത്, അത് അദ്ദേഹത്തിന് പബ്ലിക് സ്പീക്കിലൂടെ അക്നോളജ് ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ടതും പ്രധാനപ്പെട്ടതും സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായ കാര്യം കൂടിയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ അറിയിക്കുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നയതന്ത്ര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹം ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് കൂടി ആയതുകൊണ്ട് അതിനൊത്തിരി നിയമപരമായ നൂലാമാലകളുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു പ്രാർത്ഥനാ കാര്യമായിട്ട് കൂടി നമ്മൾ മനസ്സിൽ വെക്കണം.
ഏറ്റവും അടുത്ത കാലത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ, നമ്മുടെ അഭിമാനവും സന്തോഷവുമായ മാർപ്പാപ്പ ഈ ഭാരതഭൂമിയിലേക്ക്, ഈ വിശുദ്ധർ ജനിക്കുന്ന ഈ ഭൂമിയിലേക്ക് വരുവാനുള്ള ഒരു വലിയ പ്രാർത്ഥന നിങ്ങൾ ഉയർത്തണമേ എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് തിരിച്ച് നമ്മുടെ ഈ ഒരു സാമൂഹിക ഉദ്ധാരണം, അവർ സോഷ്യൽ മിഷൻ സഭ എന്നും ഉയർത്തിപ്പിടിക്കുന്ന, അതിനെപ്പറ്റി തന്നെ ഒത്തിരി ചാക്രിലേഖനങ്ങൾ തന്നെയുണ്ട്. സഭ എന്നും പറയുന്നു നീതിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ആരോരും സംസാരിക്കാനില്ലാത്തവർക്ക് വേണ്ടി. മദർ തെരേസയൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. ഈ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ വിശേഷപ്പെട്ട ആളും തിരുസഭയിലെ വിശുദ്ധമാണ് മദർ തെരേസ. എല്ലാം ചെയ്ത് ഈ ഒരു സോഷ്യൽ അപ്പോസ്റ്റലേറ്റ് ആയിരുന്നു. നമുക്ക് നമ്മുടെ സഭയിലേക്ക് ഒന്ന് പോയിട്ട് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ എന്തൊക്കെയാണ് ഈ സോഷ്യൽ അപ്പോസ്റ്റലേറ്റോട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാമോ? സോഷ്യൽ അപ്പോസ്റ്റലേറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അമ്മ സിസ്റ്റർ ടെസിയെ കുറച്ചുകൂടി കൂടുതൽ അതേക്കുറിച്ച് പറയും. അമ്മ ഒരു സാമൂഹിക ഉദ്ധാരകയാണ്. സമൂഹത്തെ ഉദ്ധരിക്കാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്തിരുന്നൊരു കാര്യമാണ് അനാഥാലയങ്ങൾ. പ്രത്യേകിച്ച് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും, ഒരു അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കാണുകയാണ് ഒരു ദൃശ്യം, ഒരു കുഞ്ഞ് കരയുന്നത്. അങ്ങനെ അമ്മ ആ രാത്രിയിൽ തന്നെ ഓടി പോകുന്നുണ്ട്. ആങ്ങളമാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങോട്ടാണെന്ന്. അമ്മ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ മാറിൽ ഒരു കുഞ്ഞ് പാലിന് വേണ്ടി പരതിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ കുഞ്ഞിനെ അമ്മ മാറോട് ചേർത്ത് എടുത്തിട്ട് മറവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അമ്മ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്ന് മുതൽ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് അമ്മ വളർത്തുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ആതുര ശുശ്രൂഷ അവിടെ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് യുവതികൾ വീട് വിട്ട് ഇറങ്ങാത്ത ഒരു കാലഘട്ടത്തിലാണ് അമ്മ ഇത്തരം കാര്യങ്ങളിലേക്ക് വളരെ സ്നേഹപൂർവ്വം ആ അതിർത്തികളെയൊക്കെ ലംഘിച്ചിട്ടാണ് അമ്മ കടന്നു ചെല്ലുന്നത് സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുടുംബ പ്രേക്ഷിതത്വം അതിൻ്റെ വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. മറ്റു കാര്യങ്ങൾ സിസ്റ്റർ പറയുന്നത് കൊണ്ട് അന്ന് തന്നെ അമ്മ കുടുംബ പ്രേക്ഷിതത്വം ആരംഭിച്ചു. അത് ഇന്നും മക്കളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ പഠിപ്പിച്ചു തന്ന കുടുംബ പ്രേക്ഷിതത്വം ഇന്ന് മക്കൾ തുടരുമ്പോൾ ഇന്ന് സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും കുടുംബ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന്. ആ ഒരു വലിയ ആഹ്വാനം സ്വീകരിച്ചിട്ട് കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ ട്രെയിനിങ് പരിപാടികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി അപ്പോസ്റ്റലേറ്റ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഫാമിലി റിന്യൂവൽ സെൻറ്റർ. അപ്പോൾ കുടുംബ പ്രേക്ഷിതത്വം എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്നുള്ളത് അത് സാമൂഹ്യമായ വളർച്ചയിൽ, കുടുംബത്തിൻ്റെ വളർച്ച സാമൂഹ്യ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണാനായിട്ട് ശ്രമിക്കുക. അച്ഛന് തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ കൂടി ഈ ഒരു ഭാഗത്തെ പറ്റി, പ്രത്യേകിച്ച് അമ്മ ആ ഒരു നാടിനെ സാമൂഹികവും സാംസ്കാരികവുമായി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ചെയ്ത കാര്യങ്ങളെ പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും. ആ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന്, ഒരുപക്ഷെ സന്യാസം എന്ന് പറഞ്ഞാൽ അതൊരു കോൺവെൻറ്റിൻ്റെ അകത്ത് കഴിഞ്ഞുകൂടുന്ന ഒരു സന്യാസ സഭകളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലത്ത് അവിടെ നിന്നൊക്കെ ഇറങ്ങി മനുഷ്യരുടെ ഇടയിലേക്ക് ചെന്ന് അവരെ ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരമ്മ. ആ ഒരു അർത്ഥത്തിൽ ഒരു സോഷ്യൽ റിഫോർമർ എന്നുള്ള രീതിയിൽ അമ്മയെ കാണാനാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ തന്നെ ആവശ്യപ്പെട്ടു എന്നാണ് പറയണത്, മറിയം ത്രേസ്യയെ ഒല്ലൂർ മഠത്തിൽ നിന്ന് അവരെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ, അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട്. അങ്ങനെ ഈ അമ്മയെ ഞങ്ങൾക്ക് വേണമെന്ന് ജനങ്ങൾ പറയണമെങ്കിൽ അവരുടെ ജനങ്ങളിലേക്കുള്ള അവരുടെ ഇറങ്ങിച്ചെല്ലൽ അത്രത്തോളം ഉണ്ടാകണം. ഒരുപക്ഷെ സന്യാസത്തിൻ്റെ കാഴ്ചപ്പാടുകളെ തന്നെ കേരളത്തിൽ മാറ്റിമറച്ച ഒരു വിശുദ്ധ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉയർന്നു കേട്ടൊരു വലിയ വാചകമായിരുന്നു ഇത്. ജനം പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിൽ പള്ളി ജനങ്ങളിലേക്ക് പോകണം. ഇത് തന്നെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മ മരിക്കുന്നത് തന്നെ. അപ്പോൾ അതിനും എത്ര നാൾ മുമ്പാണ് അമ്മ ഇതുപോലത്തെ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് പ്രഘോഷിച്ചത്. ജനങ്ങൾ സഭയിലേക്ക് വരുന്നില്ലെങ്കിൽ, ദേവാലയത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, ദേവാലയം, പള്ളി ഇറങ്ങി വീട്ടിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. സാമുദായിക സമുദ്ധാരികയായ മറിയം ത്രേസ്യ. ഈ നിമിഷം നമുക്ക് മറ്റൊരു വിശിഷ്ടാതിഥി റോമിൽ നിന്ന് ചേരുന്നുണ്ട്. സിറോ-മലബാർ സഭയുടെ പരമാധികാരിയായ കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവിനെ നമുക്ക് സ്നേഹപൂർവ്വം ഈ നിമിഷം ശ്രവിക്കാം. റോമിൽ നിന്ന് ലൈവ്.
മദർ മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ഈ നാമകരണ ചടങ്ങിൻ്റെ നിമിഷങ്ങളിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവും മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് നമ്മോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു, നമ്മളോട് സംസാരിക്കുന്നു. ഭാരത സഭയ്ക്ക് ഒരു വിശുദ്ധയെ കൂടി ലഭിച്ചിരിക്കുകയാണ്. ഒരു വിശുദ്ധ കൂടി എന്ന് പറയുമ്പോൾ വിശുദ്ധിയുടെ ഒരു മാതൃക നമുക്ക് ലഭിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഈ ദാനം നമുക്ക് ലഭിച്ചതിൽ സന്തോഷിക്കാം. മദർ നമ്മോട് പറയുന്നത് പ്രകാരമാണ്, നിങ്ങളുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കുക, അതിന് പകരമായി ഈശോയുടെ ഹൃദയം വാങ്ങിക്കൊണ്ടു പോവുക എന്ന്. ഇത് വലിയൊരു സന്ദേശമാണ്. ഹൃദയപൂർവ്വം ദൈവത്തെ സ്നേഹിക്കുവാനും അതേ ചൈതന്യത്തോടുകൂടി മറ്റ് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനുമുള്ള ഒരു സന്ദേശമാണ് അത്. മറിയം ത്രേസ്യ രോഗികൾക്ക് സൗഖ്യമായിട്ട്, ആലംബഹീനർക്ക് ആശ്വാസമായിട്ട്, ദരിദ്രർക്ക് സഹായമായിട്ട്, ആവശ്യക്കാർക്ക് ഉപകാരമായിട്ട് ഒക്കെ പ്രവർത്തിച്ച വിശുദ്ധയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഹൃദയപൂർവ്വം മറ്റുള്ളവരെ സ്നേഹിക്കണം. അതേ സ്നേഹം നമുക്ക് ദൈവത്തോടും ഉണ്ടായിരിക്കണം. ഇപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കുടുംബങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ച മറിയം ത്രേസ്യ നമ്മുടെ ജീവിതങ്ങൾക്കും ഒരു വലിയ പ്രചോദനമായി തീരട്ടെ. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ സഭയ്ക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഇതൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആലഞ്ചേരി പിതാവിൻ്റെ ആശംസകളായിരുന്നു. ഞാനൊരു വാചകം മാത്രം അതിലെടുക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വിശുദ്ധ കൂടി അല്ല, മറ്റൊരു മാതൃക കൂടി. എല്ലാ വിശുദ്ധരും ഗോസ്പൽ സിംപ്ലിഫൈഡ് ആണ്. എങ്ങനെ ഓരോ ദിവസത്തും ഓരോ കാലഘട്ടത്തിലും വിശുദ്ധർ ജീവിക്കണമെന്ന് നമുക്കൊരു നിമിഷം ഈ ഒരു മാതൃക, മറ്റൊരു മാതൃക നമുക്കിവിടെ തരപ്പെടുമ്പോൾ റൈച്ചേട്ടൻ അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ട്. എനിക്കോട് മാതൃകയോടൊപ്പം തന്നെ പിതാവ് പറഞ്ഞ ഒരു കാര്യം, ഈശോയുടെ ഹൃദയം സ്വന്തമാക്കി പോവുക എന്നൊരു അമ്മയുടെ വാക്കുകൾ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഈശോയുടെ ഹൃദയം എന്ന് പറയുന്നത് പ്രേക്ഷിത ഹൃദയമാണ്. നമ്മൾ മുമ്പ് സംസാരിച്ച സോഷ്യൽ റിഫോർമേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മറ്റുള്ളവരിലേക്ക് ഇറങ്ങുന്ന ഹൃദയം, മറ്റുള്ളവരെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ഹൃദയം, അതാണ് അമ്മ നമുക്ക് കാണിച്ചു തന്നത്. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ, തീർച്ചയായിട്ടും മറ്റു കോൺഗ്രിഗേഷൻസ് ഉണ്ട്. നമ്മൾ സിസ്റ്റർ റാണി മരിയെ നമ്മൾ ഒരുപക്ഷെ ഒന്ന് ഓർക്കാതെ പോകുന്നത് ശരിയല്ല. അത്തരത്തിലൊരു സോഷ്യൽ റിഫോമറായി തന്നെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിൽ എനിക്ക് പല സിസ്റ്റേഴ്സിനെയും പ്രത്യേകിച്ച് പരിചയമുണ്ട്. പ്രത്യേകിച്ച് സിസ്റ്റർ സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കോളേജിലെ പ്രിൻസിപ്പൽസ് ആയിരുന്ന സിസ്റ്റർ വിജയ, സിസ്റ്റർ രഞ്ജന, മറ്റൊരാൾ സിസ്റ്റർ ട്രീസ പെറുക്കാരൻ. സിസ്റ്റർ വിജയ പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് പരാമർശിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ. സിസ്റ്റർ വിജയ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് പോലും ഞായറാഴ്ചകളിൽ സിസ്റ്റർ ജാതിമത വ്യത്യാസമില്ലാതെ ഈ കുട്ടികളുടെ, പ്രത്യേകിച്ച് എന്തെങ്കിലും വിധത്തിൽ സങ്കടം അനുഭവിക്കുന്ന കുട്ടികളുടെ വീടുകളിലേക്ക് പോകുമായിരുന്നു. ആ വീടുകളിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. മുമ്പ് പ്രോൻഷിലമ്മ പറഞ്ഞതുപോലെ ഇത് സോഷ്യൽ റിഫോമിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിഫോർമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കുടുംബമാണ്. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ 3 ദിവസം നീണ്ടു നിൽക്കുന്ന, നമ്മൾ ധ്യാനമെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയാം, ഒരു നല്ലൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പ്രോഗ്രാം മറ്റു പ്രോഗ്രാമിൽ നിന്ന് വ്യത്യാസമായി കണ്ടത്, ഇവരതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഇവർ വരുന്നവരെ പിന്തുടരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംതിങ് ബ്യൂട്ടിഫുൾ. അങ്ങനെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വ്യത്യാസം സമൂഹത്തിൻ്റെ വ്യത്യാസമാണ്. മുമ്പ് അച്ഛൻ നമ്മുടെ വലിയ പിതാവും അച്ഛനും ഒക്കെ പറഞ്ഞിടത്തേക്ക് ഞാൻ തിരിച്ചു വരുന്നു. അതായത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആളുകളായി മാറുന്നിടത്താണ് സോഷ്യൽ റിഫോർമേഷനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. അത്തരത്തിൽ അമ്മ മറിയം ത്രേസ്യ എല്ലാ വിധത്തിലും മാതൃകയായിരുന്നു. അതാണ് ഇന്നും ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് മനോഹരമായി. മുമ്പ് ആശ്വാസനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട് ഇത് തുടരട്ടെ. ഒരു വിധത്തിലും ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതെ വലിയ സമൂഹത്തിൻ്റെ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്ന സഹോദരിമാരായി അവർക്ക് തുടരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം ഇനി 30 മിനിറ്റുകൾക്ക് ശേഷം 25-30 മിനിറ്റുകൾക്ക് ശേഷം റോമിൽ നിന്നുള്ള കാനനൈസേഷൻ സെറിമണിയുടെ ലൈവ് നമുക്ക് വരുന്നതായിരിക്കും. നമുക്കതുകൊണ്ട് നമ്മുടെ സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചർച്ചയുടെ നമുക്ക് അമ്മയുടെ അവസാന ദിവസങ്ങളെ പറ്റി കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. അമ്മയുടെ മരണ ദിവസങ്ങൾ, അതുകൊണ്ട് ഞാൻ സിസ്റ്റർ ടെസി കൊടിയലിനോട് അമ്മയുടെ ആ മരണ ദിവസങ്ങളെ പറ്റിയുള്ള ആ സംഭവങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം അമ്മ. 1926 മെയ് മാസത്തിലാണ് തുമ്പൂര് മഠത്തിൻ്റെ ആശീർവാദ കർമ്മം, പിന്നെ പുതുകന്യാസ്ത്രീകൾ ഉടുപ്പിടലും അതൊക്കെ നടക്കുന്നത്. അന്ന് വലിയ തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മധുബഹായുടെ അടുത്ത് അമ്മ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ തിക്കിലും തിരക്കിലും പെട്ട് അമ്മയുടെ കാലിൽ ക്രാസിക്കാല് വീണു.
അപ്പോൾ ക്രാസിക്കാല് വീണ് കഴിഞ്ഞപ്പോൾ അതിൽ കാലിലൊരു മുറിവുണ്ടായി. ആ മുറിവ് അമ്മ അതത്ര കാര്യമാക്കാതെ തന്നെ, നമുക്കറിയാം മൂന്നാമത്തെ മഠമാണ്, പിന്നെ ഒരു തൃശ്ശൂരാണ് ഞങ്ങൾക്കൊരു ചെറിയ ഒരു മഠമായിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ അമ്മ ഇത് നോക്കാതെ തുമ്പൂര് മഠത്തിലെ പറമ്പിലൊക്കെ ജോലി ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കഠിനമായ വേദന വന്നു, അത് പഴുത്തു. അവസാനം തീർത്ത് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ചാലക്കുടി ആസ്പത്രിയിലേക്ക് അമ്മയെ കൊണ്ടുപോകണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. പക്ഷേ അത് പൂർണ്ണമായിട്ടും സുഖപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കി അമ്മയെ വിധേയത്തിൽ പിതാവ് ഒപ്രശമ കൊടുത്തു. എന്നുവെച്ചാൽ ഒപ്രശമ നമ്മുടെ അന്ത്യകൂദാശ, വാക്ക് കിട്ടുന്നില്ല. അപ്പം അന്ത്യകൂദാശ കൊടുത്തു. അങ്ങനെ അന്ത്യകൂദാശ കൊടുത്ത് തിരിച്ച് കുഴിക്കാട്ടുശ്ശേരിയിലേക്ക് കൊണ്ടുവരികയാണ്. 1926 ജൂൺ 7-ാം തീയതി. അങ്ങനെ ജൂൺ 7-ാം തീയതി തിരിച്ചു കൊണ്ടുവരുന്നു. ജൂൺ 8-ാം തീയതി രാത്രി 8 മണിക്ക് അമ്മ മരിക്കുകയാണ്. പക്ഷേ ഈ അമ്മയുടെ മരണം അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും ഓടിക്കൂടി, എല്ലാവർക്കും ഇങ്ങനെ സ്വന്തം അമ്മയുടെ ഒരു വേർപാട് പോലെയാണ് തോന്നിയത്. അപ്പം അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ അമ്മയ്ക്ക് കാലിന് ഇങ്ങനെ വേദനയൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ മെറ്റിൽഡ അമ്മയോട് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടു പഠിച്ചോളണം, ഞാനിനി അധികം ഞാനധികം ഇനി നാളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മെറ്റിൽഡ അമ്മ പോയി കരഞ്ഞു. അപ്പോൾ നീ കരയേണ്ട കാര്യമില്ല, എല്ലാം ദൈവം കാണുന്നില്ലേ എന്നുള്ളൊരു രീതിയിൽ അമ്മ ദൈവമല്ലേ അതെ നമ്മൾ എന്തിനാകുലപ്പെടുന്നു. നമുക്ക് ഈ നിമിഷം ഒന്ന് നമ്മുടെ അമ്മയുടെ അവസാന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുഴിക്കാട്ടുശ്ശേരി, പ്രത്യേകിച്ച് അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന കുഴിക്കാട്ടുശ്ശേരിയിലെ കബറൂർ ദേവാലയത്തിൽ ചേർന്നുള്ള റൂമിലേക്ക് ഈ നിമിഷം നമ്മുടെ ക്യാമറ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അമ്മയുടെ അവസാന നിമിഷങ്ങളെ കാണാം. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മ താമസിച്ചിരുന്ന മുറിയാണിത്. അമ്മ ഉപയോഗിച്ച കട്ടിൽ, അമ്മയുടെ ഡ്രസ് വയ്ക്കുന്ന പെട്ടി, അലമാരി തുടങ്ങിയ സാധനങ്ങൾ നമുക്കിവിടെ കാണാം. അമ്മ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഭിത്തിയായിരുന്നു. പിന്നീട് തീർത്ഥാടകർക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്. അമ്മയുടെ ജന്മഗൃഹത്തിൻ്റെ ഒരു ജനലാണിത്. പുത്തഞ്ചിറയിൽ നിന്ന് ഒരു ജനൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് തീർത്ഥാടകർക്ക് കാണുവാൻ. അമ്മയുടെ വിശുദ്ധിയും പ്രാർത്ഥനയും എല്ലാം ഈ ജനൽ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇത് തുമ്പൂർ വെച്ച് അമ്മയുടെ കാലിൽ വീണ ക്രാസിക്കാരാണ്. തുമ്പൂർ മഠത്തിൻ്റെ വെഞ്ചിരിപ്പും സിസ്റ്റേഴ്സിൻ്റെ ഉടുപ്പുമാറ്റവും ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. ആ തിക്കിൽ ഈ ക്രാസിക്കാൽ മറിഞ്ഞ് അമ്മയുടെ കാലിൽ വീണു. ഈ ക്രാസിക്കാൽ മരം കൊണ്ടുണ്ടാക്കിയതല്ല, കല്ലും സിമെൻറ്റും മണലും മറ്റും ഉപയോഗിച്ച് നല്ല ഭാരമുള്ളതാണ്. ഇതാണ് അമ്മയുടെ കാലിൽ വീണത്. അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായതിനാൽ മുറിവ് പഴുത്തു. 1.5 മാസം അമ്മ വയ്യാതെ കിടന്നു. 50-ാം വയസ്സിൽ അമ്മ മരിക്കുന്നു. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ മരിച്ചു കിടന്ന റൂമിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. അമ്മയുടെ മുറി ചില്ലിട്ട് സൂക്ഷിച്ച് ആ മരിച്ചു കിടന്ന സ്ഥലം നമ്മൾ വെച്ചിരിക്കുകയാണ്. 1909 അമ്മയ്ക്ക് ആദ്യമായി പഞ്ചക്ഷതാനുഭവം ഉണ്ടായത്. ഈ അനുഭവത്തിൻ്റെ വേദനയുണ്ട്, അതോടൊപ്പം ഒരു ആത്മീയ സന്തോഷവും അമ്മ അനുഭവിച്ചു പോന്നു. 1910 അമ്മ ഒരിക്കൽ അമ്മ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അമ്മയ്ക്ക് പഞ്ചക്ഷതാനുഭവം ഉണ്ടായി. പഞ്ചക്ഷതാനുഭവം ഉണ്ടാകുമ്പോൾ അമ്മയുടെ കൈകളിൽ നിന്ന് കാലുകളിൽ നിന്നും
ഹൃദയഭാഗത്തു നിന്നും രക്തം വരാറുണ്ട്. മാത്രമല്ല ഈശോയുടെ ശിരസിൽ മുൾമുടി അണിഞ്ഞതുപോലെ ആ ശിരസിൽ നിന്നും രക്തം വരിക പതിവാണ്. ആ പഞ്ചക്ഷാനുഭവത്തിന് ശേഷം ചട്ട അച്ഛൻ അത് സൂക്ഷിച്ചു വെച്ചു. കഴുകാതെ സൂക്ഷിച്ചു വെച്ച ചട്ടയാണ് നമ്മളിവിടെ കാണുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് അതിന്. അമ്മയ്ക്ക് ഈ പഞ്ചക്ഷതാനുഭവം ഉണ്ടാകുമ്പോൾ വേദനയുണ്ട്, ഒപ്പം ഒരു ആത്മീയ സന്തോഷവും. അമ്മയുടെ മുറിയുടെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇതിന് പുറകിൽ ഒരു ചെറിയ മുറിയാണ് അമ്മ താമസിച്ചിരുന്ന റൂം. ഒത്തിരിയേറെ ആളുകൾ അമ്മ മരിക്കാറായപ്പോൾ കാണുവാൻ വന്നപ്പോൾ അവിടെ നിൽക്കുവാൻ സ്ഥലമില്ലായിരുന്നു. സിസ്റ്റേഴ്സ് അമ്മയെ കട്ടിലോടെ ഈ വലിയ റൂമിലേക്ക് പിടിച്ചു കൊണ്ടുവന്നു. ആ സ്ഥലമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. മരിക്കാറായപ്പോൾ അമ്മ പറഞ്ഞു, കട്ടിലിൽ കിടന്ന് മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, താഴെ കിടത്തുവാൻ. ആ സ്ഥലമാണ് ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. 1926 ജൂൺ 8-ാം തീയതി രാത്രി 8 മണിക്ക് അമ്മ തൻ്റെ സ്വർഗീയ മണവാളൻ്റെ പക്കലേക്ക് ഉയർന്നു പറഞ്ഞു. അനേകരുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകളും യാചനകളും അമ്മയുടെ പക്കലേക്ക് അന്നും ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ ആളുകൾ പ്രാർത്ഥനകളും അവരുടെ കണ്ണീരിൽ കുതിർന്ന യാചനകളുമായി ഇങ്ങോട്ട് വരുമ്പോൾ, അമ്മയോട് അപേക്ഷിക്കുമ്പോൾ എല്ലാം തന്നെ അമ്മ സാധിപ്പിച്ചു കൊടുത്ത് അവരുടെ ഭവനങ്ങളിൽ അവർക്ക് ഓരോരുത്തർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്നു. അമ്മ കിടന്നു മരിച്ച സ്ഥലത്ത് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക ഒരു ഊർജം, സഹനങ്ങൾ സഹിക്കുവാൻ, സ്വീകരിക്കുവാൻ, തൻ്റെ മണവാളിന് വേണ്ടി എന്തും ത്യാഗവും ചെയ്യുവാനുള്ള ആ സന്നദ്ധതയും ഊർജവും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ മണവാളിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് ത്യാഗവും സഹനവും ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ അത് സ്വീകരിക്കുവാൻ, ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് അമ്മ ഉത്തേജനം തരുന്നു. മറിയം ത്രേസ്യാമ്മയുടെ അവസാന നാളുകൾ ചെലവിട്ട സ്ഥലങ്ങളും പ്രത്യേകിച്ച് മരണത്തിൻ്റെ അവസാന മണിക്കൂറുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ആ അവിശുദ്ധമായ മുറിയിൽ നിന്ന് ഒത്തിരിയേറെ വിശ്വാസികൾ വന്നു പോകുന്ന, ഒത്തിരി അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ സ്ഥലം. ഇനി നമുക്ക് റോമിലേക്ക് ഒന്നുകൂടി പോകാം. റോമിൽ നിന്ന് നമ്മോടൊപ്പം ഈ നിമിഷം ചേരുന്നത് റോമിലെ സാന്തോം ഇടവക വികാരിയും യൂറോപ്പിൻ്റെ അപ്പസ്തോലിക് വിസിറ്റേഷൻ കോർഡിനേറ്ററുമായ ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ചെറിയാൻ വാരിക്കാട്. അദ്ദേഹം വൺ ഓഫ് ദ പോസ്റ്റലേറ്റേഴ്സ് ആണ്, അതുപോലെ തന്നെ ഒരു സഭാ ചരിത്ര പണ്ഡിതൻ കൂടിയാണ്. ഈ നിമിഷം അച്ഛൻ നമുക്ക് വേണ്ടി ഒരു ആളെ എങ്ങനെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്ന പ്രോസസ്സ്, ഈ കാനോനൈസേഷൻ പ്രോസസ്സ്, ആദ്യം ദേവദാസൻ, ധന്യൻ, വാഴ്ത്തപ്പെട്ടവൻ, വിശുദ്ധൻ, ഈ ഒരു 5-6 കാര്യങ്ങളും ബാക്കി എല്ലാ ടെക്നിക്കൽ സൈഡുകളുമെല്ലാം നമ്മുടെ അറിവിലേക്കായി ഇപ്പോൾ അച്ഛൻ റോമിൽ നിന്ന് പറഞ്ഞു തരുന്നു. റോമിലെ നമ്മുടെ ക്യാമറാമാനിലേക്ക് നമുക്ക് തിരിയാം. അപ്പോൾ ഒരു വ്യക്തി മരിച്ച ശേഷം വിശുദ്ധയായി അല്ലെങ്കിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നെന്ന് ആളുകൾക്കറിയാൻ താല്പര്യമുണ്ടാകും. അതിനെക്കുറിച്ച് പറയാമോ? വിശുദ്ധ നാമകരണത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികൾ വളരെ ദീർഘമുള്ളതും വളരെ ശ്രദ്ധയോടുകൂടി വളരെ അവധാനത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ആളുകൾക്ക് ബോധ്യമുണ്ട് എന്നുള്ള ഇതിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അയാളെക്കുറിച്ച് വളരെ വിശുദ്ധമായിട്ട് ജീവിതം നയിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആളുകൾ അവിടെ പ്രാർത്ഥിക്കാനും മധ്യസ്ഥം അപേക്ഷിക്കാനും തുടങ്ങുന്നു എന്ന് ആ രൂപതയിൽ മനസ്സിലാക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു നാമകരണത്തിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് ആ സ്ഥലത്തെ മെത്രാനച്ചന് ബോധ്യം വരുമ്പോൾ അദ്ദേഹം അത് ഇപ്പോഴത്തെ സംവിധാനത്തിൽ മറിയം ത്രേസ്യയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ സിനഡ് ആയിട്ടില്ല. പക്ഷേ എന്നാലും അന്നത്തെ മെത്രാന്മാരുടെ സമിതിയിൽ അത് ആലോചിക്കും. ആ കാലത്ത് ഇന്നാണെങ്കിൽ സിനഡിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് പിതാക്കന്മാരുടെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തോടു കൂടി ആ കോഴ്സിന് തുടങ്ങാനായിട്ട്, ഈ നാമകരണ നടപടികൾ തുടങ്ങാനായിട്ട് റോമിലേക്ക് അപേക്ഷിക്കുന്നു. എന്നിട്ട് റോമിൽ നിന്ന് അതിന് ഉള്ള അനുവാദത്തോട് കൂടിയിട്ടാണ്, അംഗീകാരത്തോടു കൂടി, അനുവാദത്തെക്കാൾ കൂടുതൽ അംഗീകാരത്തോട് കൂടിയിട്ട് രൂപതാ തലത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. രൂപതാ തലത്തിൽ 3 തലത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുക ചരിത്രപരമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പേരിടില്ല, അങ്ങനെ വരുമ്പോൾ എന്ത് വിളിക്കും? അങ്ങനെ വരുന്ന പേര് ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി എന്നുള്ള പേരിൽ ആണ് തുടങ്ങുക. അങ്ങനെ ദൈവദാസനായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ച്, ഈ വ്യക്തിയെക്കുറിച്ച് ചരിത്രപരമായിട്ടുള്ളൊരു അന്വേഷണം നടത്തും. ചരിത്രപരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കത്തുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ലിഖിതങ്ങൾ, ഡയറികൾ, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള എഴുത്തുകൾ, അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള രേഖകളെല്ലാം കൂടി സമാഹരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിത വിശുദ്ധി എന്ന് മാത്രം ഇതിൽ കാണുന്നുണ്ട്. എല്ലാ പുണ്യങ്ങളും എന്തുമാത്രമുണ്ട്, ഏത് പുണ്യമാണ് അദ്ദേഹത്തിൽ കൂടുതൽ വിളങ്ങിയിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചരിത്ര കമ്മീഷനെ നിയോഗിക്കും. അതുപോലെ രൂപതയിൽ നിന്ന് കാനനിലോ അറിയാവുന്നവർ നിയമപരമായിട്ട് അതിൻ്റെ ഒരു സംഘത്തെ രൂപീകരിച്ചതിന് ശേഷം അവർ ഈ വ്യക്തിയുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, സ്വന്തത്തിലുള്ളവരാകാം, പരിചയത്തിലുള്ളവരാവാം, ജീവിതത്തിൽ ഒരുമിച്ച് ജീവിച്ചവരാവാം, എന്നിട്ട് ആ കോടതിയിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അവരെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി കുറിച്ച് ഒരു പഠനം നടത്തും, ട്രിബ്യൂണലുണ്ടാക്കിയിട്ട്. പിന്നീട് അവർ ദൈവശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അതേക്കുറിച്ച് ഒരു തിയോളജി കമ്മീഷൻ ഉണ്ടാവും, അവരെക്കുറിച്ച് പഠിച്ച് അതേക്കുറിച്ചും ഒരു പഠനം നടത്തും. ഇതെല്ലാം കൂടി ചേർത്ത് അവസാനം ഈ രേഖകൾ മുഴുവൻ രൂപതയിലെ ആ പ്രോസസ്സ് കൺക്ലൂഡ് ചെയ്ത് അത് റോമിലേക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അയച്ചു കൊടുക്കും. അവർ ആദ്യമായിട്ടൊരു പരിശോധന നടത്തി ഈ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ടാണോ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ഈ നടപടിക്രമങ്ങൾ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ റോമിൽ ഈ കാര്യങ്ങൾ അംഗീകരിച്ച് റോമിലെ ഇതിൻ്റെ പ്രോസസ്സ് തുടരാനായിട്ട് അവർ സ്വീകരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ പടി. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കാര്യങ്ങളിലേക്ക് തുടങ്ങുകയാണ്. ഒന്നാമത് ഇത് ചരിത്രകാരന്മാർ പരിശോധിക്കും. 7 ചരിത്രകാരന്മാർ പരിശോധിക്കും. എല്ലാം അച്ഛന്മാരോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ഒന്നുമല്ല, സാധാരണ ചരിത്രം പഠിച്ചിട്ടുള്ളവർ ഇതേക്കുറിച്ച് പഠിച്ചതിന് ശേഷം ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൽ 2 ഭാഗം അത് നന്നായിട്ടാണ്, കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ചരിത്രപരമായിട്ട് വസ്തുതാപരമാണ്, ചരിത്രപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ളതാണെന്ന് കണ്ടാൽ അത് വീണ്ടും 9 പേരടങ്ങുന്ന ദൈവശാസ്ത്ര കമ്മീഷന് പഠിക്കാനായിട്ട് കൊടുക്കും. അവർ പഠിച്ചതിന് ശേഷം ഈ വ്യക്തിയിൽ അനിതര സാധാരണമായിട്ടുള്ള വിശുദ്ധി ഉണ്ട്, പുണ്യം അതിൽ വിളങ്ങിയിരുന്നു എന്ന് ദൈവശാസ്ത്രപരമായിട്ട് ഇയാളെക്കുറിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് വീണ്ടും 16 പേരടങ്ങുന്ന മെത്രാന്മാരും കർദിനാൾമാരും അടങ്ങുന്ന ഒരു കമ്മീഷനിലേക്ക് പഠിക്കാനായിട്ട് പോവുക. അതിലും ഇവരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച്, ഇവർ ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങളെന്നുള്ളതല്ല, അവരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അത് അംഗീകരിക്കുകയും മാർപ്പാപ്പ അതിനെ അംഗീകരിച്ച് ധന്യൻ എന്ന പദവിയിലേക്ക് ഇയാളെ എത്തുകയും ചെയ്യും. അപ്പോൾ ദൈവദാസൻ എന്ന പദവിയിൽ നിന്ന് ധന്യൻ എന്ന പദവിയിലേക്ക് അത് എത്തുക. ഇനി അതിനുശേഷം ഒരു അത്ഭുതം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രാർത്ഥനയിലൂടെ രക്തസാക്ഷികളായിട്ട് മരിച്ചവർ ആണെങ്കിൽ അവർക്ക് ഈ സമയമാകുമ്പോൾ ബേറ്റിഫിക്കേഷൻ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയരും. രക്തസാക്ഷികളാണെങ്കിൽ, വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണെങ്കിൽ അവർ രക്തസാക്ഷികളാണ്. അവർ രക്തം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ വിശ്വാസം, അവരുടെ പുണ്യം. അതുകൊണ്ട് അവർ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് വരും. മറ്റുള്ളവർ അവരുടെ ജീവിത വിശുദ്ധി കൊണ്ടാണ് അതിനെ അംഗീകരിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനി അവരുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഒരു അത്ഭുതം ഉണ്ടാകുമ്പോഴാണ്. നമുക്ക് ചുമ്മാ ഒരു രോഗം സുഖമായി എന്നൊരാളങ്ങ് പറഞ്ഞതുകൊണ്ട് അത്ഭുതമാണെന്നും പറഞ്ഞിട്ട് ഉടനെ ആരും മാർപ്പാപ്പ അംഗീകരിക്കില്ല. മാർപ്പാപ്പ അംഗീകരിക്കുന്നതിന് മുമ്പ് ഇത് ഒരു അത്ഭുതം ഉണ്ടാകുമ്പോൾ അത് മനുഷ്യൻ്റെയോ മരുന്നിൻ്റെയോ ഇടപെടൽ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു സാവകാശം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് 2 ഡോക്ടർമാർ ആദ്യം പരിശോധിച്ച് നോക്കിയത് എടുക്കാൻ തന്നെ യോഗ്യമാണോ എന്ന് പരിശോധിക്കും.
അതിന് ഈ രോഗത്തിൻ്റെ ആദ്യത്തിൻ്റെ മുതലുള്ള രേഖകളുണ്ടാവണം. രോഗത്തിന് ചികിത്സിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പരിശോധിച്ചതിൻ്റെ ഇത് മനുഷ്യർക്ക് അസാധ്യമായിരുന്നു എന്ന് ബോധ്യപ്പെടണം. പിന്നീട് ഈ മരുന്ന് കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ടാണ്, വിശ്വാസത്തോടുകൂടി അതിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടാവണം. ഈ പ്രാർത്ഥന കൊണ്ടാണ്, ഡോക്ടർമാരുടെ സാക്ഷ്യം ഉണ്ടാവണം, അവർക്ക് സുഖപ്പെടുത്താൻ സാധിച്ചതല്ലെന്ന്. വെറുതെ ഒരു ഡോക്ടറെ കൊണ്ട് എഴുതി മേടിച്ചുകൊണ്ട് പോയാലും പോരാ. ഈ മരുന്നുകളുടെയും കാര്യങ്ങളുടെയും കുറിപ്പുകൾ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ രേഖകളെല്ലാം പരിശോധനയ്ക്ക് ശേഷം 2 ഡോക്ടർമാർ അതേക്കുറിച്ച് പോസിറ്റീവ് ആകാം എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇതിവിടെ ഔദ്യോഗികമായിട്ട് അതേക്കുറിച്ച് വിശദമായിട്ട് എഴുതി വീണ്ടും ഒരു പൊസിസിയോ റിപ്പോർട്ട് പോസ്റ്റ്ലേറ്റർ തയ്യാറാക്കി കോൺഗ്രിഗേഷനിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഡോക്യുമെൻ്റ്, ആ പഠനം നടത്തുന്ന രേഖകളുടെ വീണ്ടും അത് 3 ഡോക്ടർമാരുടെ തലത്തിലേക്ക് പോകും. 3 അല്ലെങ്കിൽ 5 ഡോക്ടർമാരുടെ തലത്തിലേക്ക് പോയിട്ട് അവരും ഇതുപോലെ ഒരാൾ പറഞ്ഞാൽ പോരാ, എല്ലാവരും ഇതൊന്നും അച്ഛന്മാരോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ വത്തിക്കാനിൽ നിന്ന് എപ്പോഴും അങ്ങനെ കുറച്ച് പേര് ചെയ്യുന്നതല്ല. മെഡിക്കലായിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു കമ്മീഷനിൽ വന്ന് പരിശോധിച്ചതിന് ശേഷമാണ്. നമ്മുടെ മാനുഷികമായിട്ട് സാധാരണ തലത്തിൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ പെട്ടെന്ന് അത്ഭുതം എന്ന് വിചാരിക്കുന്നത് അതിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ 90% അവർ പരിശോധിക്കുമ്പോൾ അതല്ലായിരുന്നു എന്ന് പറയും. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മനുഷ്യർക്ക് സാധ്യമാകാത്തത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പുണ്യമുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുന്നത് അവരുടെ മധ്യസ്ഥതയിൽ നടക്കുന്നു എന്ന ബോധ്യം വരുമ്പോൾ മാത്രമാണ് അത്ഭുതമായിട്ട് ഉണ്ടാവുന്നതും അത് പരിഗണിക്കപ്പെടുന്നതും. അത്ഭുതം നടക്കുന്നുണ്ട് ഇപ്പോഴും വിശ്വാസത്തിൻ്റെ തലത്തിൽ, അല്ലാതെ നമ്മൾ കൊച്ചു കാര്യങ്ങൾ കാണുന്നു അയ്യോ അത്ഭുതം എന്ന് പറയുന്നത് പോലെ ഒരു അത്ഭുതം അതിന് പരിഗണിക്കപ്പെടുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഒരു അത്ഭുതം ഉണ്ടാകുമ്പോഴാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് വരിക. ധന്യൻ്റെ പദവിയിൽ നിന്ന് വീണ്ടും ഒരു അത്ഭുതം കൂടി വാഴ്ത്തപ്പെട്ടവരെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ഒരു അത്ഭുതം കൂടി ഉണ്ട് എന്ന് സഭയ്ക്ക് ബോധ്യം വരുമ്പോഴാണ് അത് വെറുതെ മാർപ്പാപ്പ അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, മെഡിക്കലായിട്ട് അത് സാധ്യമാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് അത് വിശുദ്ധയായിട്ട് അല്ലെങ്കിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുക. താങ്ക് യു റവറൻ ഡോക്ടർ ചെറിയാൻ വാരിക്കടൻ ഫാദർ ബിനോജ്. ഇനി നിങ്ങളുടെ അറിവിലേക്കായി കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മറിയം ത്രേസ്യാമ്മ വിശുദ്ധയായി ഉയർത്തപ്പെടുമ്പോൾ തിരുസഭയിൽ കേരള സഭയിൽ 4ാമത്തെ വിശുദ്ധരാണ്. വിശുദ്ധ അൽഫോൺസാമ്മ, ചാവറയച്ചൻ, എവ്പ്രാസിയാമ്മ, മറിയം ത്രേസ്യാമ്മ. നമുക്ക് 2 വാഴ്ത്തപ്പെട്ടവരുണ്ട് വിശുദ്ധ പദവിയിലേക്ക് അടുത്ത് തന്നെ ഉയർത്തപ്പെടുവാനായി. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞച്ചൻ, രാമപുരത്തിൻ്റെ കുഞ്ഞച്ചൻ ഫാദർ തേവർപ്പറമ്പിൽ അഗസ്റ്റിൻ, അതോടൊപ്പം തന്നെ ഇൻഡോറിൻ്റെ രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയ FCC, 2 പേർ. ഏകദേശം നമുക്ക് 8ഓളം ധന്യരുണ്ട് വാഴ്ത്തപ്പെട്ടവരെ ഉയർത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 20ഓളം ദൈവദാസർ. നമ്മുടെ സഭ, കേരള സഭ എത്രയോ സമ്പന്നമാണെന്നതിൻ്റെ നീണ്ട വിവരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ നിമിഷം നമുക്ക് വീണ്ടും റോമിലേക്ക് തന്നെ പോകാം. റോമിൽ നിന്ന് പ്രിയപ്പെട്ട ആൻഡ്രൂസ് താഴത്ത് പിതാവ്, ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, തൃശ്ശൂരിൻ്റെ പിതാവ് ഈ നിമിഷം നമ്മോടൊപ്പം ചേരുന്നു ആശംസകളുമായി. തൃശ്ശൂർ അതിരൂപത മെത്രാപ്പോലീത്ത നമ്മുടെ കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഈ സന്തോഷം നമ്മോടൊപ്പം പങ്കുചേരുന്നു. ഭാരതത്തിന്, കേരളത്തിന്, അവിഭക്ത തൃശ്ശൂർ അതിരൂപതയ്ക്ക്, ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക്, തൃശ്ശൂർ അതിരൂപതയ്ക്കൊക്കെ വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന്. കാരണം തൃശ്ശൂരിൻ്റെ ഒരു മകൾ, ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുത്തഞ്ചിറയിൽ ജനിച്ചു വളർന്ന മകൾ, തൃശ്ശൂരിലടക്കം തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മകൾ ഇന്ന് സാർവത്രിക സഭയിലെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദൈവജനത്തിൻ്റെ മുഴുവൻ സന്തോഷം നിങ്ങളുടെ മുമ്പിൽ ഞാനും അവതരിപ്പിക്കട്ടെ. കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നാണ് മറിയം ത്രേസ്യാമ്മയെ ലോകം അറിയപ്പെടുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പെൺകുട്ടികൾ പാടില്ല എന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ അതീവ തീക്ഷ്ണതയോടെ, ആധ്യാത്മികതയോടെ ധന്യൻ ജോസഫ് വിധേയത്തിലച്ഛൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്
കുടുംബങ്ങളിലേക്ക് ചെന്ന് കുടുംബങ്ങളെ നവീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ, ശരിയായ കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന് അവരെ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച മറിയം ത്രേസ്യ ഏത് കാലത്തുള്ളവർക്കും വലിയ മാതൃകയാണ്. വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച അവസരത്തിൽ തന്നെ ദൈവജനം വലിയ സന്തോഷത്തിലായിരുന്നു. ഇന്ന് വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് സന്തോഷത്തോടെ, അഭിമാനത്തോടെ മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥം തേടാം, മാതൃക അനുകരിക്കാം. കുടുംബങ്ങൾക്ക് മധ്യസ്ഥയായി ദൈവം മറിയം ത്രേസ്യ അമ്മയെ തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ വാക്കുകളിൽ അഭിമാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ, ഏകദേശം 10 മിനിറ്റുകൾക്ക് ശേഷം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ അനുഗ്രഹീത നിമിഷം, കാനനൈസേഷൻ സെറിമണി റോമിൽ നിന്ന് ആരംഭിക്കും. ഈ നിമിഷം ഒത്തിരിയേറെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളാൽ വത്തിക്കാൻ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഒരു മിനി കേരളമായിട്ട് തന്നെ വത്തിക്കാൻ മാറിയിരിക്കുകയാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള ഒട്ടനേകം പേർ ഭാരതത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും കേന്ദ്രമന്ത്രി മുരളീധരൻ അവിടെയുണ്ട്. തൃശ്ശൂരിൻ്റെ MP ആയ ശ്രീ ടി എൻ പ്രതാപൻ, അതുപോലെ ചാലക്കുടി MP ആയ ശ്രീ ബെന്നി ബെഹനാൻ, മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ശ്രീ കുര്യൻ ജോസഫ്, ഒത്തിരി സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും പിതാക്കന്മാരുമായിട്ട് വലിയൊരു നിര റോമിൽ റെഡിയായി നിൽക്കുകയാണ്. ഈ ഒരു അനുഗ്രഹിത നിമിഷം നേരിട്ട് കാണുവാനായി നമുക്ക് ശാലോം ടിവിക്കൊപ്പം ലൈവിൽ പങ്കെടുക്കാം. ഈ നിമിഷം റോമിൽ നിന്ന് തൃശ്ശൂരിൻ്റെ MP ആയ ശ്രീ ടി എൻ പ്രതാപൻ നമ്മോടൊപ്പം ചേരുന്നു. വളരെ അഭിമാനത്തോടു കൂടെയാണ് റോമിലെ വത്തിക്കാനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഇപ്പോൾ ഈ വത്തിക്കാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്ന ഇന്ത്യക്കാരിയായ മലയാളിയായ മറിയം ത്രേസ്യ അമ്മയുടെ ആ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി, കേരളത്തിൻ്റെ പ്രതിനിധിയായി, മറിയം ത്രേസ്യ അമ്മ ജനിച്ച തൃശ്ശൂരിൻ്റെ പ്രതിനിധിയായി അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ ആഹ്ലാദവും അഭിമാനവുമുണ്ട്. ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ കേരളത്തിൻ്റെ പ്രതിനിധി കൂടിയായിട്ടാണ് എനിക്കിവിടെ വരാൻ അവസരമുണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇത് നമുക്കെല്ലാവർക്കും അഭിമാനമുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടവരിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയുള്ള ചില ജന്മങ്ങളുണ്ട്. അതിൽ പൂർണ്ണമായും ദൈവനിശ്ചയപ്രകാരം പാവങ്ങൾക്കും ജനങ്ങൾക്കും ശുശ്രൂഷ നൽകി അവരെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവർക്ക് വേണ്ടി മാത്രമായി സമർപ്പണം നടത്തിയ അതിൻ്റെ ഒരു മഹാ അംഗീകാരം കൂടിയാണ് മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ അഭിമാനം ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു. തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട MP ആയ ശ്രീ ടി എൻ പ്രതാപന് നന്ദിയുടെ വാക്കുകൾ നേർന്നുകൊള്ളുന്നു. നമ്മൾ ഇപ്പോൾ ക്യാമറയിൽ കണ്ടതുപോലെ ഒത്തിരിയേറെ മലയാളികളോട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പട്ടുപാവാടയെടുത്തും സെറ്റ് സാരി എടുത്തൊക്കെ ആൾക്കാരൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാമായിരുന്നു. എല്ലാവരും വലിയ ആഘോഷത്തിൻ്റെ മൂഡിലാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥന അനുഭവം സ്വീകരിക്കുവാനുള്ള ഒരു ആത്മീയ ആഘോഷത്തിൻ്റെ മൂഡിലാണ്. ഈ നിമിഷം നമ്മോടൊപ്പം റോമിൽ നിന്ന് ചേരുന്നത് CMC സഭയുടെ ജനറാളമ്മയായ സിസ്റ്റർ സിബി CMC വത്തിക്കാനിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് സിസ്റ്റർ സിബി CMCയെ ശ്രമിക്കാം. ഇന്ന് വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധ മതപ്രഖ്യാപനത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും ആശംസകൾ നേരുന്നു. ഒപ്പം മറിയം ത്രേസ്യാമ്മ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോളി ഫാമിലി സഭയ്ക്കും കേരള സഭയ്ക്കും അഭിമാനമായിരിക്കുന്ന ഈ സമയത്ത് മറിയം ത്രേസ്യാമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പരിപാടികൾ മംഗളകരമാകട്ടെ. പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദം എല്ലാവർക്കും ലഭിക്കുമ്പോൾ നമുക്കൊക്കെ സന്തോഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ CMC സഭ മുഴുവനും ഹോളി ഫാമിലി സഭയോട്, സീറോ മലബാർ സഭയോട് ചേർന്ന് നിൽക്കുന്നു. സന്തോഷം. നന്ദി. സിസ്റ്റർ സിബി CMCക്ക് ഒത്തിരി നന്ദി. ജനറാളമ്മയാണ്. ഏകദേശം റോമിലെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുക. 5 മിനിറ്റുകൾക്ക് ശേഷം റോമിൽ നിന്നുള്ള ലൈവ് ആരംഭിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയായിരിക്കും. നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരോട് ഒറ്റ വാക്ക്, ഒരു സെൻറ്റൻസ് നമ്മുടെ മറിയം ത്രേസ്യയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ പറയും? മറിയം ത്രേസ്യാമ്മ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അമ്മയാണ്. ഈ ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അവരുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു നല്ല അമ്മ. ചാവറച്ചനെ പറ്റി നല്ല അപ്പൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു നല്ല അമ്മ, കുടുംബങ്ങളുടെ അമ്മ. നമുക്ക് നമ്മുടെ പ്രൊഫഷണലോട് ചോദിക്കാം.
അമ്മ ഗാർഗിക സഭയുടെ പ്രവാചികയാണ്, കാലത്തിൻ്റെ പ്രവാചികയാണ് അമ്മ. ഒപ്പം ഞങ്ങളുടെ അമ്മ കുടുംബങ്ങളുടെ അമ്മയാണ്. കാലത്തിൻ്റെ പ്രവാചക, ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധ. നമുക്ക് നമ്മുടെ അൽമായ ശബ്ദം ശ്രദ്ധിക്കാം. ഞാൻ ഏറ്റവും അധികം ഈ നമ്മുടെ ഇന്നത്തെ ഈ മുഴുവൻ പാനലിലും ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അമ്മ പ്രാർത്ഥനയിൽ അടിയുറച്ച് ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. ഇതാണ് ഓരോ വ്യക്തിയുടെയും, പ്രത്യേകിച്ച് ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി ഇത് തന്നെയാണ്. ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക, സമൂഹത്തിലേക്ക് ഇറങ്ങുക. അതായിരുന്നു അമ്മ. നമ്മുടെ അൽമായ ശബ്ദം വളരെ മനോഹരമായിട്ട് ഇത് പ്രഘോഷിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ തൃശ്ശൂരിൻ്റെ തന്നെ അച്ഛനായ, ഒരുപക്ഷെ പല കാരണങ്ങളാൽ കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളും കൂടിയാണ് ബഹുമാനപ്പെട്ട ഡെമിനച്ചൻ. ഡെമിനച്ചൻ ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. മറിയം ത്രേസ്യ സന്യാസത്തെ മഠത്തിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുപോയ അമ്മയാണ്. കേരള സഭയിലെ സന്യാസത്തെ മഠത്തിൽ നിന്നും മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുപോയ അമ്മ. ഇന്ന് നമ്മൾ ഇപ്പോൾ റോമിൽ നിന്ന് ഏകദേശം 4 മിനിറ്റുകൾ മാത്രമേ നമുക്ക് നമ്മുടെ ലൈവ് തുടങ്ങാനുള്ളൂ. ആ സമയം ഞാൻ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാര്യം കൂടി അമ്മമാരോട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അമ്മയെപ്പറ്റി പറഞ്ഞല്ലോ, ഇന്ന് ഈ കുടുംബങ്ങൾ കൊടുക്കാനുള്ള, ശരിക്കും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം കുടുംബങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ. കുടുംബങ്ങളുടെ ഉത്സവം കൂടിയാണ്. കുടുംബങ്ങൾക്ക് ഒരു മധ്യസ്ഥ വരുന്നു. കുടുംബങ്ങൾ കൊടുക്കാനുള്ള ഒറ്റ വാക്കിൽ അവർക്ക് എന്താണ് സന്ദേശം നമ്മൾ കൊടുക്കാനുള്ളത്? ഈ കാഴ്ച തന്നെ സന്ദേശമാണ്. ഹോളി ഫാമിലി സഭയിൽ നിന്നുള്ള സന്ദേശം എന്താണ് ഇന്നത്തേക്ക് വേണ്ടി? അമ്മ കുടുംബജീവിതം നയിക്കുന്നവർക്കും സന്യസ്ത ജീവിതം നയിക്കുന്നവർക്കും ഒരുപോലെ അനുകരിക്കാവുന്ന വലിയൊരു വ്യക്തിത്വമാണ്. വിശുദ്ധി ആർക്കും നേടാമെന്ന് അമ്മ കുടുംബജീവിതത്തിലൂടെ, സന്യാസ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അമ്മയുടെ ജീവിതം പഠിക്കാനുള്ള വലിയൊരു ആഹ്വാനമാണ്. ആ ജീവിതം മറ്റൊരു സുവിശേഷമാണല്ലോ. എല്ലാ വിശുദ്ധരും സുവിശേഷം ആ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അപ്പോൾ അത് തന്നെയാണ് കൊടുക്കാനുള്ള സന്ദേശം. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു അൽമായയായി ഒത്തിരിയേറെ വർഷങ്ങൾ, 36 വർഷങ്ങൾ അമ്മ ജീവിച്ചത് കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾക്കും അതുപോലെ സമർപ്പിതർക്കും കുടുംബ ശുശ്രൂഷകർക്കും അമ്മ ഒരു വഴികാട്ടിയാണ്. കുടുംബസ്ഥനോട് ഞാൻ ഒരു ഡെഫിനിഷൻ കേട്ടിട്ടുണ്ട്. അത് അമ്മയുടെ ഒരു മുഴുവൻ മിഷനിലും അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഫാമിലി എന്നതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഫുൾ ഫോം FAMILY. കുട്ടികൾ മാതാപിതാക്കളെ നോക്കി പറയുന്ന ഒന്നാണ്, ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അങ്ങനത്തെ കുടുംബങ്ങളുണ്ടാവട്ടെ. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. വിശുദ്ധമായ കുടുംബങ്ങൾ, സ്നേഹത്തിൽ വിരിയുന്ന കുടുംബങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ. നമുക്ക് അച്ഛനിലേക്ക് ഒരിക്കൽ കൂടി. ഹോളി ഫാമിലി സന്യാസിനി സമൂഹം നവജ്യോതി പ്രോവിൻസിൻ്റെ നേരെ മുന്നിലാണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ബാല്യം മുതൽ അതിൽ കൂടെ പള്ളിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഈ വേഷം കണ്ടുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എന്നെ കാണുമ്പോൾ എൻ്റെ ദൈവവിളിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടേക്ക് എത്തുമ്പോൾ ഇവരുടെ ഒരു സാന്നിധ്യം, ഈ ഒരു വേഷം തന്നെ എൻ്റെ മനസ്സിൽ വളരെ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഒരു വേഷം തന്നെ ഒരു സന്ദേശമാണ്. നമുക്ക് ഇപ്പോൾ ഷാലോം ടി വിയിലൂടെയും യൂട്യൂബിലൂടെയും ട്വിറ്ററിലൂടെയും എല്ലാം നമുക്ക് ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വലിയ ദൈവാനുഭവത്തിൻ്റെ ദിവസമായിട്ട് മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമുക്ക് ഏകദേശം 2-3 മിനിറ്റുകൾക്ക് ശേഷം റോമിൽ നിന്നുള്ള ചടങ്ങുകളുടെ നേരിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നതാണ്. നമുക്ക് എല്ലാവരും സ്റ്റേ ട്യൂൺ, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലും വിശുദ്ധി നിറയട്ടെ. കുടുംബങ്ങളെല്ലാം സ്വർഗത്തിൻ്റെ പ്രതിബിംബങ്ങളായി മാറട്ടെ. അവർ പറയുന്ന പോലെ സ്വർഗീയ മോക്ഷത്തിൻ്റെ പ്രതിബിംബങ്ങളായി മാറട്ടെ. നമ്മുടെ മക്കളെല്ലാം വിശുദ്ധരാവട്ടെ. ഒത്തിരി ദൈവവിളികൾ എല്ലാ സന്യാസ സഭകളിലേക്കും വൈദിക വൃത്തിയിലേക്കും, അതോടൊപ്പം തന്നെ വിശുദ്ധ കുടുംബങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കട്ടെ. വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷം, വലിയ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം, വലിയ വിശുദ്ധിയുടെ ആഘോഷം. ചാവറയച്ചനും അൽഫോൺസാമ്മയ്ക്കും എബുപ്രാസ്യാമ്മയ്ക്ക് ശേഷം ഇതാ വരുന്നു മറ്റൊരു വിശുദ്ധ കൂടി നമ്മുടെ ഭാരത സഭയിലേക്ക്. റോമിൽ നിന്ന് നമുക്ക് വേണ്ടി ശ്രീ ബേബിച്ചൻ സാറും അതോടൊപ്പം തന്നെ കിഷോറും ക്യാമറകളെ എല്ലാം വെച്ച് കാത്തിരിക്കുകയാണ്. റോമിൽ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രദക്ഷിണം ആരംഭിക്കണം. അച്ഛൻ ആദ്യ ഭാഗം ഒന്ന് പറഞ്ഞു തുടങ്ങാവുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ സിറോ മലബാർ സഭയിലെ 51 മെത്രാന്മാർ അവിടേക്ക് പോയിട്ടുണ്ട്. അവരൊക്കെ സഹകാർമ്മികരായിട്ട് വേഷം ധരിച്ച്, പിന്നെ ധാരാളം മലയാളി വൈദികരും, പിന്നെ കാർഡിനൽ ന്യൂമാൻ അറിയപ്പെടുന്നൊരു പ്രഗത്ഭനായ ഒരു വാഴ്ത്തപ്പെട്ടവനാണ്. ആംഗ്ലിക്കൻ സഭയിലെ പ്രാതിനിധ്യം ഉണ്ടാകും. തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവരെല്ലാം ഇങ്ങോട്ട് വരുന്നു.
ഇന്നത്തെ കുർബാനയിൽ മാർപ്പാപ്പയോടൊപ്പം സഹകാർമ്മികരായിട്ട് ഉള്ളത് നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപത പിതാവായ പോളി കണ്ണുകടം പിതാവ്. നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. പിന്നെ 3 പേര് പോസ്റ്റുലേറ്റർമാർ നിർദ്ദേശിക്കുന്ന മറ്റു 3 പേർ കൂടി മാർപ്പാപ്പയുടെ കൂടെ പ്രധാന അൾത്താരയിൽ സഹകാർമ്മികരാകും. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ 2 വശങ്ങളിലും താഴെയുമൊക്കെ ആയിട്ട് ഈ കുർബാനയിൽ സഹകാർമ്മികരാകും. വൈദികർ ഒരുപാട് പേര് സഹകാർമ്മികരാകും ഈ ഒരു ചടങ്ങിൽ. എവുപ്രാസ്യമ്മയുടെയും ചാവറയച്ചൻ്റെ ഒക്കെ ചടങ്ങിന് അവിടെ മണിക്കൂറുകൾക്ക് മുമ്പ് പോയി കാത്തിരുന്നത് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ ആ ഒരു സന്തോഷം 6 മണിക്കൊക്കെ പോയി 10 മണി വരെ കാത്തിരുന്ന ആ വെയിലൊക്കെ കൊണ്ട് കാത്തിരുന്നത് ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ ഒരുപാട് വൈദികർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഈ ഒരു സുന്ദര നിമിഷത്തിന് വേണ്ടിയിട്ട്, വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഈ കുർബാനയിൽ പങ്കുചേരാനായിട്ട്, ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട്, ഈ വിശുദ്ധിയോടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട്. ഇതൊരു വലിയൊരു സദ്വാർത്തയാണ് ലോകത്തിനുള്ള. പ്രത്യേകിച്ച് വിശ്വാസവും ആത്മീയ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സഭ കൊടുക്കുന്ന, സ്വർഗം കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ സൗന്ദര്യമുള്ളൊരു മറുപടി 5 വിശുദ്ധർ കൂടി തിരുസഭയിലേക്ക്. കാർഡിനൽ ന്യൂമാൻ ഇംഗ്ലണ്ടിൽ നിന്നും, മർഗരീത്ത ബേസ് സ്വിറ്റ്സർലൻഡിൽ നിന്നും, ജൂസപ്പീന വന്നീനി ഇറ്റലിയിൽ നിന്നും, അതോടൊപ്പം തന്നെ ദുൾച്ചെ ലോപ്പസ് പോൻസസ് ബ്രസീലിൽ നിന്നും, ബ്രസീലിൻ്റെ മദർ തെരേസ, അതോടൊപ്പം അവസാനമായി നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അഭിമാനമായ, പുത്തഞ്ചേരിയുടെ അഭിമാനമായ, കുഴിക്കാട്ടിച്ചേരിയുടെ അഭിമാനമായ, ഹോളി ഫാമിലി സഭയുടെ അഭിമാനമായ മറിയം ത്രേസ്യായും ഒപ്പം ചേരുന്നു. നമുക്ക് ബാക്കി അച്ഛൻ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു അമേരിക്ക കൂടി സന്തോഷിക്കുന്നുണ്ടാവും. കാർഡിനൽ ന്യൂമാൻ്റെ അത്ഭുതം നടന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. വളരെ വലിയൊരു വിശ്വാസ സാക്ഷ്യം കൂടിയായിരിക്കും. സാക്ഷ്യം കൂടിയാണ്. ഒരു പക്ഷേ ഇങ്ങനെ 6 രാജ്യങ്ങളുടെ പങ്കാളി